ഞാൻ പറഞ്ഞില്ലേ, ഒരു കുട്ടി ജനിക്കുന്നതിലൂടെ ഒരു അമ്മയും കൂടിയാണ്, ഒരു പേരൻസ് ആണ് ജനിക്കുന്നത്. അപ്പൊ അതൊരു ലൈഫിന്റെ പുതിയ എക്സ്പീരിയൻസ് ആണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. ഒരു കുട്ടിയെ വളർത്തുക, കുട്ടിയുടെ ഓരോ നിമിഷങ്ങളും അതും ഭയങ്കരമായ മാജിക്കലാണ്. ഇതൊരു ഫ്രണ്ടാണ്, അത് അച്ഛനും മോനും ഫ്രണ്ട്സ് ആണ്. അച്ഛനും മോനും നല്ല ഫ്രണ്ട്സ് ആണ്. പക്ഷെ എനിക്ക് അവന്റെ ഓരോ എവറി ഡേ ദേ ആർ ഗ്രോയിങ്. അവര് ദിവസം അവർക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും. അവർ ഗ്രോ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം എനിക്കതിൽ ഭയങ്കര സന്തോഷമുണ്ട്, അവന്റെ ആ ഒരു വളർച്ച കാണുന്നതില്. പിന്നെ ഈ ഒരു മദർഹുഡ്, അതെല്ലാം ഞാൻ റിയലി ഐ ആം എൻജോയിങ് ഇറ്റ്. ആരാണ് ബേബിക്ക് പേരിട്ടത്? അച്ഛൻ. എന്തുകൊണ്ട് അങ്ങനെ ഒരു പേര് നീൽ എന്ന് അതൊരു കാരണമുണ്ട്. ആക്ച്വലി ഞങ്ങൾ ഇവനെ ആദ്യമായിട്ട് കാണുമ്പോ ഇവൻ ഫുൾ നീല കളറായിരുന്നു. ആക്ച്വലി നീല കളർ ഇൻ ദ സെൻസ് ഒരു ജസ്റ്റ് ജനിച്ച പാടന്നെ ഒരു ദിവസം ICUലൊക്കെ കിടത്തേണ്ടി വന്നു. അപ്പൊ അങ്ങനത്തെ ഒരു ഫീല്, അത് ഓക്സിജൻ ഇങ്ങനെ കുറവാകുമ്പോഴത്തേക്ക് ബോഡി ഒരു ബ്ലൂ കളർ. അപ്പൊ ഞാൻ അതുകൊണ്ടാണ് ആദ്യമേ പേരൊന്നും സെലക്ട് ചെയ്ത് വെച്ചിട്ടില്ല. കാരണം നമുക്ക് ആണാണോ പെണ്ണാണോ എന്ന് അറിയില്ലല്ലോ. അപ്പൊ നമ്മള് സെലക്ട് ചെയ്ത് വെക്കാത്തതുകൊണ്ട് പെട്ടെന്ന് എനിക്ക് അവനെ കണ്ടപ്പോ സ്ട്രൈക്ക് ചെയ്ത പേരാ നീലൻ. നമ്മള് മോഹൻലാൽ ഫാൻസ് ആണ്. അതെ, മംഗലശ്ശേരി ലൈലൊരെണ്ണം ഇടാന്ന് വിചാരിച്ചതാണ്. ചേച്ചിക്ക് അറിയത്തില്ലായിരുന്നോ എന്താ? അല്ല, ഇങ്ങനെ ഒരു കഥയുള്ള കാര്യം? അല്ല, നീലകണ്ഠൻ അങ്ങനെ ഒരു ഇതിലോട്ട് ഇങ്ങനെ വന്ന് നീല. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ നീൽ ആംസ്ട്രോങ്. അപ്പൊ ഫുൾ മൂണിനാണ് ജനിച്ചത്. എനിക്ക് ഏലിയനെ പിടിക്കാൻ വിടണോന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട്. ചേച്ചി കൊച്ചു കൊച്ചു ആഗ്രഹങ്ങൾ. അപ്പം സോൾട്ട് ആൻഡ് പെപ്പർ മൂവിയിലും ചേച്ചി മറ്റൊരു കോടയിൽ വീഴുന്ന സീനുണ്ട്. അത് ശരിക്കും ചേച്ചി അതിനകത്ത് വീണതാണോ? ശരിക്കും അത് അല്ല, അരിമാവ് കലക്കി ഒഴിച്ചിരിക്കുകയാണ്, കളറും ചേർത്തിട്ട്. ശരിക്കും അത് ട്രിവാൻഡ്രത്ത് നഗരസഭയ്ക്ക് അടുത്തുള്ള ഒരു ഡ്രെയിനേജ് ആയിരുന്നു. അപ്പൊ അവിടെ ഓൾറെഡി അതിനകത്ത് എലി സാധനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഡ്രൈ ആയിരുന്നു, അതിനകത്ത് ഒന്നുമില്ല. അപ്പം അങ്ങനെ ആണ് പെട്ടെന്ന് ലൊക്കേഷൻ കണ്ടുപിടിച്ച് അവിടെ ഇങ്ങനെ ഷൂട്ട് ചെയ്യുമായിരുന്നു. ചേച്ചിയുടെ കല്യാണ സമയത്ത് ചേച്ചി പോസ്റ്റ് ചെയ്തൊരു പിക്ചർ ഉണ്ടായിരുന്നു. അതായത് താലി കെട്ടുന്ന സമയത്ത് നിറഞ്ഞ കണ്ണുകളോടെ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു ചേച്ചി. അപ്പൊ ആ ഒരു ടിയേഴ്സ്, ആ ഒരു മൊമെന്റ് ഒന്ന് പറഞ്ഞു തരുമോ? എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയ എന്റെ ജീവിതത്തിന്റെ ഇപ്പോഴും എനിക്ക് കാണുമ്പോ. ആൽബം കണ്ടിട്ടില്ലല്ലോ നിങ്ങൾ? കണ്ടിട്ടില്ല. കാണിച്ചു തരാം. ഏറ്റവും എന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ഒരു മൊമെന്റ് ആണ് എന്റെ കല്യാണ ദിവസം. സാധാരണ ഇപ്പം നമ്മൾ കണ്ടുവരുന്നത് സിനിമയിലുള്ള നായികമാരൊക്കെ